Page number 34, Green Day. To make people aware of the importance of the different elements of our environment and to maintain them for the future generations. Some dates in a year are chosen for celebration. Let us read to find more. We can see some important dates are there. Can you see that? Yeah. February 2nd, March 22nd, April 22nd, 5th June, 29th July, 16th September, 4th October, 21st November, then 11th December. Can you see that? Yes. Then these are the important days. What is the importance of these days? What is important? First one, World Wetlands Day. Spreads awareness about the importance of wetlands. അതായത് ഒന്നാമത്തെ ദിവസം 2nd February അതെന്താ വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ ആണ്. Second one, March 22nd, World Water Day. Focuses on water conservation and critical water issues. അപ്പൊ എന്ത് ചെയ്യണം നമ്മള് ഏതിൽ ഫോക്കസ് ചെയ്യണം? വാട്ടർ കൺസർവേഷൻ. Then 22nd March is the World Water Day. That day we focuses on water conservation and critical water issues. അതായത് നമ്മൾ അന്നത്തെ ദിവസം എന്നല്ല നമ്മൾ കൂടുതലായി എപ്പോഴും എന്ത് ചെയ്യണം? വെള്ളം അതല്ലേ വെള്ളത്തിന് എപ്പോഴും ഫോക്കസ് ഓൺ വാട്ടർ കൺസർവേഷൻ. നമ്മൾ എപ്പോഴും വെള്ളം കൺസേർവ് ചെയ്യണം. നമുക്കറിയാം വെള്ളം സമ്മർ സീസൺ ഒക്കെ ആയിക്കഴിഞ്ഞാല് വെള്ളം കുറവാണ് അല്ലെ? അപ്പൊ എപ്പോഴും ഓൾവേസ് ബി ഫോക്കസസ് ഓൺ വാട്ടർ കൺസർവേഷൻ. Then third one, 22nd April. ശ്രീ വിഷ്ണു, നിജാദ്, ആരോമല്, വസുദേവ്. Then third one, 22nd April, Earth Day, ഭൂദിനം. Spreads awareness about the need to protect the environment. അന്നെന്താ ചെയ്യണ്ടേ? അന്നത്തെ ദിവസം നമ്മള് awareness about the need to protect the environment. അതായത് പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത, അതിന്റെ അവയർനെസ് ജനങ്ങൾക്ക് കൊടുക്കുക. Then fourth one, 5th June. അന്നെന്താ? അതെല്ലാവർക്കും അറിയുന്നല്ലേ? വേൾഡ് എൻവയോൺമെന്റ് ഡേ, പരിസ്ഥിതി ദിനം. സ്കൂളിൽ പോകുന്ന ദിവസമാണ് നിങ്ങൾക്ക് അറിയാം. എന്ത് തരും? വൃക്ഷത്തൈകളൊക്കെ തരാറുണ്ട് അല്ലെ ജസ്റ്റ്? ഇല്ലേ? 5th June സ്കൂൾ തുറന്ന് 2-3 ദിവസം കഴിയുമ്പോൾ സ്കൂളിൽ പരിപാടിയായിരിക്കും. അന്ന് നിങ്ങൾക്ക് എന്താ ഓരോ വൃക്ഷത്തൈ തരാറുണ്ട്, വീട്ടിൽ കൊണ്ട് നടാൻ പറയാറുണ്ട്. നിങ്ങൾ കൊണ്ടുപോകാറുണ്ട്, നടാറുണ്ടോ? ഇല്ല, അതെവിടെയെങ്കിലും കളയും. വേൾഡ് എൻവയോൺമെന്റ് ഡേ spreads awareness about the steps to be taken to protect our planet. അതെന്ത് ചെയ്യണം? Spreads awareness about the steps to be taken to protect our planet. നമ്മുടെ പ്ലാനറ്റിനെ പ്രൊട്ടക്ട് ചെയ്യണം അല്ലെ? അതിന്റെ അവയർനെസ് കൊടുക്കുക. Then next one, July 29, International Tiger Day. International Tiger Day ആണ് July 29. Spreads awareness about the need to protect tigers from extinction. നമുക്കറിയാം ഓരോ മൃഗങ്ങളും എന്ത് ചെയ്യുന്നു? ഓരോ ദിവസവും അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ ടൈഗേഴ്സിനെ എന്ത് ചെയ്യണം? നമ്മള് പ്രൊട്ടക്ട് ചെയ്യണം അല്ലെ? അപ്പൊ നമുക്കറിയാം എന്താ ഏതോ ഒരു ജീവി ഉണ്ടല്ലോ, എന്തായിരുന്നത്? പണ്ട് എന്തോ ഒരു ജീവി ഉണ്ട് എന്ന് പറഞ്ഞാൽ ആനിമലിന്റെ പേര് പറയുന്നുണ്ടല്ലോ, എന്താ അത്? എന്തായിരുന്നു ശ്രീ വിഷ്ണു? റിനോ അല്ലെ? റിനോസർ. എന്താ? അതിപ്പോഴുണ്ടോ? അപ്പൊ അതൊക്കെ എന്താ ഭൂമുഖത്ത് ഉണ്ടായിട്ട് ഇല്ലാതായതാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ടൈഗറിനെ പ്രൊട്ടക്ട് ചെയ്യുക. ഇപ്പൊ അറിയാം നമുക്ക് എന്താ ടൈഗറിനെ പിടിക്കാം, വെടിവെക്കോ അല്ലെങ്കിൽ എന്തൊരു ആനിമലിനെ നമ്മള് ഏതൊരു ജീവിനെ ആയാലും നമ്മൾ പിടിക്കോ അല്ലെങ്കിൽ അതിന് ഉപദ്രവിച്ച അന്നേരം കേസാണ് അല്ലെ? പണ്ടുള്ള കാലങ്ങളിൽ അങ്ങനെയല്ല. ഇപ്പൊ എന്താ ഒരു കിളിയാവട്ടെ, ഒരു ഉടുമ്പാവട്ടെ, ഒരു മുയലാവട്ടെ, ഏതെങ്കിലും നമ്മൾ വേട്ടയാടോ കറി വെക്കാൻ ഉപയോഗിക്കോ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമുക്ക് കേസാണ്. ഇപ്പൊ വേൾഡ് എൻവയോൺമെന്റ് ഡേ 5th June and 29th July is International Tiger Day. അപ്പൊ എന്തൊക്കെ പറഞ്ഞു? 2nd February World Wetlands Day, 22nd March World Water Day, 22nd April Earth Day, then 5th June World Environmental Day, 29th July International Tiger Day. കിട്ടിയില്ലേ? മറന്നു പോകാൻ പാടില്ല.
അടുത്തത് 16th സെപ്റ്റംബർ, സെപ്റ്റംബർ 16, വേൾഡ് ഓസോൺ ഡേ, അതായത് ലോക ഓസോൺ ദിനാണ്. എപ്പോ 16th സെപ്റ്റംബർ. ആരോമലയാ സെപ്റ്റംബർ 16 പ്രത്യേകത എന്താ ആരോമലെ? വേൾഡ് ഓസോൺ ഡേ അല്ലെ? ഓസോൺ ദിനാണ്. എപ്പോ ലോക ഓസോൺ ദിനാണ് സെപ്റ്റംബർ 16. ഫോക്കസസ് ഓൺ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ ഓസോൺ ലെയർ ഇൻ ദ അറ്റ്മോസ്ഫിയർ. നമ്മൾ എന്ത് ചെയ്യണം? ഓസോണിനെ പ്രൊട്ടക്ട് ചെയ്യണം. ഓസോൺ പാളിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഭൂമിയിലേക്ക് പതിക്കുന്ന ഓസോൺ രശ്മി അല്ലെ, അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തുന്ന ലെയർ ആണ് ഏത്? ഓസോൺ ലെയർ. അതറിയില്ലേ അല്ലെ? സൂര്യനിൽ നിന്ന് ഓസോൺ സോറി അൾട്രാവയലറ്റ് രശ്മികൾ നമ്മുടെ ശരീരത്തിൽ പതിച്ചു കഴിഞ്ഞാല് അപകടമാണ്, ഹാനികരാണ്. അപ്പൊ സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിൽ പതിക്കാതെ അവിടെ തടഞ്ഞു നിർത്തുന്ന ലെയർ ആണ് ഓസോൺ, ഓസോൺ ലെയർ. അപ്പൊ ഓസോൺ ഡേ ഈ സെപ്റ്റംബർ 16, സെപ്റ്റംബർ 16. നെക്സ്റ്റ് വൺ 4th ഒക്ടോബർ. അശ്വിനെ 4th ഒക്ടോബർ വേൾഡ് ആനിമൽ ഡേ. വേൾഡ് ആനിമൽ ഡേ ഹൈലൈറ്റ്സ് ദ പ്ലൈറ്റ്സ് ഓഫ് ദ എൻഡേഞ്ചേർഡ് സ്പീഷീസ്. നമുക്കറിയാം ഓരോ ജീവികളും എൻഡേഞ്ചേർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഹൈലൈറ്റ്സ് ദ പ്ലൈറ്റ് ഓഫ് ദ എൻഡേഞ്ചേർഡ് ആനിമൽസ്. 4th ഒക്ടോബർ ഈസ് വേൾഡ് ആനിമൽ ഡേ. ഓക്കെ. നെക്സ്റ്റ് വൺ 8th വൺ 21st നവംബർ. നവംബർ 21 വേൾഡ് ഫിഷറീസ് ഡേ. വേൾഡ് ഫിഷറീസ് ഡേ ആണ്. എപ്പോ 21 നവംബർ. നവംബർ 21 വേൾഡ് ഫിഷറീസ് ഡേ. ഹൈലൈറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മെയിൻറ്റെയിനിങ് ദ വേൾഡ്സ് ഫിഷറീസ്. ഹൈലൈറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മെയിൻറ്റെയിനിങ് ദ വേൾഡ് ഫിഷറീസ്. നമ്മൾ എന്ത് ചെയ്യണം? മെയിൻറ്റെയിനിങ് ദ വേൾഡ് ഫിഷറീസ് ഓൺ 21st നവംബർ. Then last one 11th December. December 11. The International Mountain Day. International Mountain Day. Spread awareness about the importance of mountains to life. അപ്പൊ നമ്മുടെ പർവ്വതങ്ങളുടെ ഇമ്പോർട്ടൻസ്, ജീവിതത്തിലെ നമ്മുടെ ലൈഫില് മൗണ്ടെയിൻസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് അതിനെ കുറിച്ച് അവയർനെസ് നൽകുക. അപ്പൊ in this lesson we learned about 9th special days. Which are the 9th special days in this chapter, in this lesson? February 2nd, World Wetlands Day. Then March 22nd, World Water Day. Then 22nd April, Earth Day. Then 5th June, World Environmental Day. Then 29th July, International Tiger Day. Then 16th September, World Ozone Day. Then 4th October, World Animal Day. Then 21st November, World Fisheries Day. Then 11th December, International Mountain Day. വായിച്ചു നോക്കിയട്ടെ. വസുദേവ് മനീഷ്, switch on your camera. വസുദേവ്, ജസ്റ്റസ്, വസുദേവേ ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വിളിക്കാം കേട്ടോ. ക്യാമറ ഓഫ് ആക്കാണെങ്കിൽ ക്ലാസ്സിൽ ഇരിക്കേണ്ട വസുദേവേ. എന്താ പറഞ്ഞോ. ഓക്കെ ഒന്നും ക്ലിയർ ഇല്ല. അഫ്രാസെ പേജ് നമ്പർ 34. കിട്ടിയില്ലേ? താഴെ കണ്ട ടു ഡു എന്നുള്ള ഒരു വർക്ക്. ഫൈൻഡ് ഔട്ട് വെൻ ആർ ദ ഫോളോയിങ് സെലിബ്രേറ്റഡ്. വേൾഡ് സ്പാരോ ഡേ. എപ്പോഴാണ് വേൾഡ് സ്പാരോ ഡേ? ദെൻ വേൾഡ് പോപ്പുലേഷൻ ഡേ, ജനസംഖ്യാ ദിനം. ഇത് രണ്ടും എപ്പോഴാ? കണ്ടുപിടിച്ചോ. വേൾഡ് സ്പാരോ ഡേ എപ്പോഴാ? എപ്പോഴാടാ ഹെവനെ വേൾഡ് സ്പാരോ ഡേ? വേൾഡ് സ്പാരോ ഡേ
20th മാർച്ച്, മാർച്ച് 20-നാണ് എന്ത് വേൾഡ് സ്പാരോ ഡേ. എഴുതിക്കോ, 20th മാർച്ച് 20, മാർച്ച് 20 വേൾഡ് സ്പാരോ ഡേ. വേൾഡ് പോപ്പുലേഷൻ ഡേ ജൂലൈ 11. വേൾഡ് സ്പാരോ ഡേ ഈസ് ഓൺ 20th March. Then World Population Day is on 11th July. ഇപ്പൊ ലോക ജനസംഖ്യാ ദിനം ജൂലൈ 11-നും സ്പാരോ ഡേ 20 മാർച്ചിനുമാണ്. കിട്ടിയില്ലേ? കിട്ടിയില്ലേ? അടുത്തത് തനിയെ ചെയ്യുവോ? ആർ യു എ ഗ്രീൻ ഫ്രണ്ട്? ടെക്സ്റ്റ് നോക്ക്. ആർ യു എ ഗ്രീൻ ഫ്രണ്ട്? Find out whether you are a friend of the environment. നിങ്ങൾ പരിസ്ഥിതിയുടെ ഫ്രണ്ട് ആണോ എന്ന് കണ്ടുപിടിക്കുക. Tick the answers that apply to you. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നേരെ ടിക്ക് ചെയ്യാം. Once you have answered all the questions, give yourself points according to the key given below. നിങ്ങൾ അത് 7 ചെയ്തതിന് ശേഷം താഴെ മാർക്കിന്റെ ഒരു കീ കൊടുത്തിട്ടുണ്ട്. എത്ര മാർക്കാണ് ഇന്നതിന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ മാർക്ക് കണ്ടെത്തുക. അതിൽ നിങ്ങൾ ഏതിലാണ് പെടുന്നതെന്നും നിങ്ങൾ സെൽഫ് വാല്യൂ ചെയ്യാം. മനസ്സിലായോ? അപ്പൊ അതിൽ ഒന്നാമത്തേതാണ്, നിങ്ങൾക്ക് 5 ഓപ്ഷൻസ് ഉണ്ട്. ഓൾവേസ്, മോസ്റ്റ്ലി, സംടൈംസ്, റെയർലി, നെവർ. ഓൾവേസ് മീൻസ് എല്ലായ്പ്പോഴും, മോസ്റ്റ്ലി കൂടുതൽ, സംടൈംസ് ഇടയ്ക്ക് വല്ലപ്പോഴും, റെയർലി അപൂർവമായി, നെവർ ഒരിക്കലും ഇല്ല. These are your options. First question, I switch off the computer after finishing my work. ഞാൻ എന്ത് ചെയ്യാറുണ്ട്? എന്റെ കമ്പ്യൂട്ടർ സ്വിച്ച് ഓഫ് ചെയ്യാറുണ്ട്. ആഫ്റ്റർ ഫിനിഷിംഗ് മൈ വർക്ക്. എന്റെ ജോലി കഴിഞ്ഞതിന് ശേഷം ഞാൻ കമ്പ്യൂട്ടർ ഓഫ് ചെയ്യാറുണ്ട്. ചെയ്യാറുണ്ടോ? എപ്പോഴും ചെയ്യാറുണ്ടെങ്കിൽ ഓൾവേസ്, കൂടുതലും ചെയ്യാറുണ്ട് എങ്കിൽ മോസ്റ്റ്ലി, സംടൈംസ് ഇടയ്ക്ക് മാത്രമാണെങ്കിൽ സംടൈംസ്, റെയർലി അപൂർവം വല്ലപ്പോഴും മാത്രമേ ചെയ്യുന്നുള്ളെങ്കിൽ റെയർലി, ഒരിക്കലും ചെയ്യാറില്ല എങ്കിൽ നെവർ. നിങ്ങൾ ചെയ്യുന്നത് ഏതാണോ അതിന് നേരെ ടിക്ക് ചെയ്യാം. ഐ സ്വിച്ച് ഓഫ് ദ കമ്പ്യൂട്ടർ ആഫ്റ്റർ ഫിനിഷിംഗ് മൈ വർക്ക്. ജോലി കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യം, കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ കമ്പ്യൂട്ടറിന്റെ സ്വിച്ച് ഓഫ് ചെയ്യാറുണ്ടോ? ഓൾവേസ് എപ്പോഴും ചെയ്യാറുണ്ടോ? മോസ്റ്റ്ലി കൂടുതലായും ചെയ്യാറുണ്ടോ? സംടൈംസ് ഇടയ്ക്ക് മാത്രമാണോ? റെയർലി വല്ലപ്പോഴും ആണോ? നെവർ ഒരിക്കലും ചെയ്യാറില്ല. ചെയ്തല്ലോ. സെക്കൻഡ് വൺ, ഐ ക്യാരി എ ക്ലോത്ത് ബാഗ് ഇൻസ്റ്റെഡ് ഓഫ് എ പ്ലാസ്റ്റിക് ബാഗ് വെൻ ഐ ഗോ ഷോപ്പിംഗ്. ഐ ക്യാരി എ ക്ലോത്ത് ബാഗ്. ഞാൻ എന്ത് കൊണ്ടുപോകാറുണ്ട്? തുണിയുടെ ബാഗ് കൊണ്ടുപോകാറുണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് എ പ്ലാസ്റ്റിക് ബാഗ്. പ്ലാസ്റ്റിക് ബാഗിന് പകരം ഞാൻ തുണി സഞ്ചി കൊണ്ടുപോകാറുണ്ട്. ഇപ്പോ വെൻ ഐ ഗോ ഷോപ്പിംഗ്. ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് ഞാൻ ഒരു തുണിയുടെ ബാഗ്, ഒരു ക്ലോത്ത് ബാഗ് ഞാൻ കയ്യിൽ കരുതാറുണ്ട് പ്ലാസ്റ്റിക് ബാഗിന് പകരം. ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ ഏതാന്ന് വെച്ചാൽ ടിക്ക് ചെയ്യാം. ഓൾവേസ്, മോസ്റ്റ്ലി, സംടൈംസ്, റെയർലി, നെവർ. Okay. Then third one, I do not take a printout unless necessary. I do not take a printout. Printout എടുക്കാറില്ല. Unless necessary. ആവശ്യമില്ലാത്ത സമയത്തൊന്നും ഞാൻ പ്രിന്റൗട്ട് എടുക്കാറില്ല. വെറുതെ പ്രിന്റൗട്ട് ഒന്നും എടുത്ത് കളയാറില്ല. Fourth one, I try to conserve water whenever possible. ഞാൻ വെള്ളം കൺസർവ് ചെയ്യാറുണ്ട്. whenever possible. ആവശ്യമുള്ള സമയത്ത്, സാധ്യമായ സമയത്ത് ഞാൻ എന്ത് ചെയ്യാറുണ്ട്? വെള്ളം കൺസർവ് ചെയ്യാറുണ്ട്. Fifth one, I walk or use a bicycle to go to nearby places. അടുത്തുള്ള സ്ഥലങ്ങളിൽ പോകാൻ വേണ്ടി ഞാൻ സൈക്കിൾ യൂസ് ചെയ്യാറുണ്ട്. സൈക്കിൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാറുള്ളത്. അത് സ്ഥിരം അത് തന്നെയായിരിക്കും അല്ലെ? Then sixth one, I pick up the litter from the picnic spot before I leave. I pick up litter from the picnic spot before I leave. Seventh one or last one, I avoid using plastic products. ഞാൻ പ്ലാസ്റ്റിക് പ്രൊഡക്ട്സ് അവോയ്ഡ് ചെയ്യാറുണ്ട്. 7 ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്ക് താഴെ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഏതാ? ഓൾവേസ് എന്നുള്ളതിന് 4 മാർക്ക്,
സംടൈംസ് എന്നുള്ളതിന് 2 മാർക്ക്, നെവർ എന്ന ഓപ്ഷന് മാർക്കില്ല, മോസ്റ്റ്ലി എന്നതിന് 3 മാർക്ക്, റെയർലി എന്നതിന് 1 മാർക്ക്. ഓൾവേസിന് 4 മാർക്ക്, സംടൈംസിന് 2 മാർക്ക്, നെവറിന് 0 മാർക്സ്, മോസ്റ്റ്ലിക്ക് 3 മാർക്സ്, ദെൻ റെയർലി എന്നതിന് 1 മാർക്ക്. നിങ്ങൾ നിങ്ങളുടെ ആൻസറിന്റെ മാർക്ക് കൂട്ടിക്കോ. ഓൾവേസ് എത്ര ഉണ്ട് നോക്കുക, ഒന്നിന് 4 മാർക്ക് വീതം കൂട്ടുക. പിന്നെ സംടൈംസിന് 2 മാർക്ക്. പറഞ്ഞോ, എന്താ ജസ്റ്റ്? ആറാമത്തെ എന്നാ? I pick up litter എന്താ? LITTER, litter. What is the meaning of litter? What is the difference between litter and letter? എന്താ ലിറ്റർ പറഞ്ഞാല്? ഗൂഗിൾ സെർച്ച് ചെയ്യും. ഇനി ഒന്നിന്റെ മീനിങ് ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ വലിയ കുട്ടികളായി, അടുത്ത വർഷം 7ലേക്കുള്ള കുട്ടികളാണ്. ഡിക്ഷണറി എടുത്ത് നോക്കിയാൽ മതി. എന്താടാ വസു? എന്താ? ദേവേ പറഞ്ഞോ, എന്താ മോനെ? മിസ്സേ എനിക്ക് 25. എന്തുപോലെ? 25 മാർക്ക്. ഓക്കെ ഓക്കെ. എന്താടാ ഹെവൻ? മിസ്സേ ഓ പറഞ്ഞോ, എന്താടാ? സെവനും 40 നമ്പർ കൊടുത്തില്ലേ? ഇപ്പൊ അതിന്റെ ഇതിന്റെ രണ്ട് നടുക്കാണെങ്കിൽ ഇതിലിട്ടാ ടിക്കിട്ടാ പോരെ? മതി മതി. അതായത് നിങ്ങൾക്ക് 7 മാർക്കിനിടയിലാണെങ്കിൽ യു ക്യാൻ ഡു ബെറ്റർ. പിന്നെ 7നും 14നും കീപ് ട്രൈയിങ്. 14, 21 ഗുഡ്. ദെൻ 21, 28 കൺഗ്രാറ്റ്സ്, യു ആർ എൻവയോൺമെന്റ് ഫ്രണ്ട്. അപ്പൊ നിങ്ങൾ 21നും 28നും ഇടയിലാണ്. നിങ്ങൾ ആരാണ്? നിങ്ങൾ എൻവയോൺമെന്റിന്റെ ഫ്രണ്ട് ആണ്. അതായത് എൻവയോൺമെന്റിന് എല്ലാ സപ്പോർട്ടും, എൻവയോൺമെന്റിനോട് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു. എന്താണ് ശ്രീവിഷ്ണു? 25. ഓക്കെ, 25 ആവുമ്പോ എൻവയോൺമെന്റിന്റെ ഫ്രണ്ട് ആണ് അല്ലേ? ഓക്കെ, അത് കഴിഞ്ഞു. നെക്സ്റ്റ് വൺ, ജസ്റ്റിസിന് മീനിങ് കിട്ടിയ മോനെ? എന്താണ് ലിറ്റർ? ആർക്ക് പറയാൻ പറ്റും? LITTER, ലിറ്റർ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലിറ്റർ? 7ാം ക്ലാസ്സിലെത്തിയ മക്കളാണ്. ഒന്ന് ജസ്റ്റിസിന് പറഞ്ഞു കൊടുത്ത ലിറ്റർ എന്താടാ? പറഞ്ഞോ. മൂത്രം ഒഴിക്കുന്നതാണോ? എനിക്കറിയില്ല. I pick up litter from the picnic spot before I leave. ഞാൻ എന്താ പറഞ്ഞ? സ്പോട്ട് ബിഫോർ ഐ ലീവ്. അതായത് പിക്നിക്കിന്റെ അവിടെ നിന്ന് ഞാൻ ലെഫ്റ്റ് ആവുന്നതിന് മുമ്പ് എന്തോ ഒന്ന് ചെയ്യാറുണ്ട്, എന്തോ പിക്കപ്പ് ചെയ്യാറുണ്ട്. സാധനങ്ങളൊക്കെ എടുത്തു. ഐ പിക്കപ്പ് ലിറ്റർ, ഞാൻ ലിറ്റർ പിക്കപ്പ് ചെയ്യാറുണ്ട്. ഫ്രം ദ പിക്നിക് സ്പോട്ട്, അതായത് പിക്നിക് സ്പോട്ടിൽ നിന്ന്, എവിടെയാണോ പിക്നിക് പോയത് അവിടെ നിന്ന്. ബിഫോർ ഐ ലീവ്, ഞാൻ അവിടെ നിന്ന് വിടുന്നതിന് മുമ്പ്, പിക്നിക് സ്പോട്ടിൽ നിന്ന് തിരിച്ചു വരുന്നതിന് മുമ്പ് ലിറ്റർ പിക്കപ്പ് ചെയ്യാം. എന്താ? ലിറ്റർ വെള്ള? ലിറ്റർ വെള്ളമൊന്നുമല്ല, ലിറ്റർ വെള്ളമല്ല. ഡിക്ഷണറിയില്ലേ? ഗൂഗിളില്ലേ? ഗൂഗിള് ഇല്ല, ഗൂഗിളിലില്ല. നോക്കിയോ? അപ്പൊ ഇടയിൽ പോയി ഞാൻ അത് നോക്കിയില്ലേ? കള്ള. നോക്ക്, ഈ ഒരു പീരീഡ് നോക്ക്. അതിന്റെ കിട്ടിയില്ലെങ്കിൽ മിസ് അടുത്ത പീരീഡ് പറഞ്ഞുതരാം, ഓർമ്മിച്ചാൽ മതി. ശ്രമിച്ചു നോക്ക്, കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്ക്. നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ ഐ വിൽ ഹെൽപ്പ് യു ഷുവർലി. ഓക്കെ, നെക്സ്റ്റ് വൺ മക്കളെ. rapid fire. Next one, rapid fire. Tick the correct answer.
താഴെ ഒരു 4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിന്റെ ആൻസർ കണ്ടെത്തുക. ടിക്ക് ദ കറക്റ്റ്. യു ഹാവ് 4 ഓപ്ഷൻസ് ആർ ദർ. 4 questions and each question has 4 options. Can you find the answer? കണ്ടുപിടിക്കാൻ പറ്റുമോ? First question, which of these take the longest time to decompose? Which of these take the longest time to decompose? ഏതാ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന ഡീകമ്പോസ് ആവാൻ വേണ്ടി? ന്യൂസ് പേപ്പർ, ഗ്ലാസ് ബോട്ടിൽ, പ്ലാസ്റ്റിക് ബാഗ്, ബനാന പീൽ. ഇതിലേതാ കുറെ സമയം കൊണ്ട് ഡീകമ്പോസ് ആവുന്നത്? ഡീകമ്പോസ് ആവാൻ കുറെ ടൈം എടുക്കുന്നത്? ന്യൂസ് പേപ്പർ ആണോ, ഗ്ലാസ് ബോട്ടിലാണോ, പ്ലാസ്റ്റിക് ബാഗ് ആണോ, ബനാന പീൽ ആണോ? യെസ്, സെക്കൻഡ് വൺ, ഗ്ലാസ് ബോട്ടിൽ. ഗ്ലാസ് ആണ് അല്ലേ? പെട്ടെന്നൊന്നും ഡീകമ്പോസ് ആവില്ല ഗ്ലാസ്. ന്യൂസ് പേപ്പറും ബനാന പീലൊക്കെ പെട്ടെന്നാവും. പ്ലാസ്റ്റിക് ബാഗ് പിന്നെ കുറെ കാലം എടുത്താലാവും. ഗ്ലാസ് ആവുമ്പോ അങ്ങനെ പെട്ടെന്നൊന്നും ആവില്ല, ഒരുപാട് കാലങ്ങൾ. എന്നാലും അത് ഡീകമ്പോസ് ആവാൻ ബുദ്ധിമുട്ടാണ്. സെക്കൻഡ് വൺ, ഹു ഈസ് ദ ഫൗണ്ടർ ഓഫ് ദ ഓർഗാനിക് മൂവ്മെന്റ് നവധന്യ? അതായത് ആരാണ് ഓർഗാനിക് മൂവ്മെന്റ് ആയ നവധന്യയുടെ ഫൗണ്ടർ? ഹു ഈസ് ദ founder of organic movement Navadanya? Who is the founder of Navadanya? Sunita Narain, Anil Agarwal, Vandana Shiva, Medha Patkar. Which one is correct? Which one? Which one is correct? Who is the founder of the organic movement Navadanya? Navadanyയുടെ founder എന്ന് പറയുന്നത് വന്ദന ശിവ. വന്ദന ശിവ is the founder of Navadanya. Option C is the correct answer. എന്താ മോനെ വസുദേവേ, കിട്ടിയില്ലേ? കിട്ടിയില്ലേ? Okay. The second one, founder of Navadanya is Vandana Shiva. Vandana Shiva is the founder of the organic movement Navadanya. Then third one, Protect Paradise is a movement to check forest destruction in dash. Protect Paradise is a movement to check forest destruction in Indonesia. Indonesia. Protect Paradise is a movement to check forest destruction in Indonesia. Then fourth one, over which of the following rivers has the world's largest solar powered bridge built? താഴെ പറയുന്നതിൽ ഏതാണ്? Following rivers has the world's largest solar powered bridge built. Solar powered ആയ ബ്രിഡ്ജ് നിർമ്മിച്ച നദികളിൽ ഏതാണ് താഴെ പറയുന്നത്? യാങ്സെ, നൈൽ, മിസിസിപ്പി, തേംസ്. Yes, option C, Thames. Sorry, option C അല്ല, option D. Option D, Thames. ആതിര, D ആണ്. ഓക്കെ, ചെയ്തില്ലേ മക്കളെ? ചെയ്തില്ലേ? നെക്സ്റ്റ് വൺ, fill in the blanks. Choose from the box. താഴെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക? അത് ഫില്ല് ചെയ്യാം. ക്ലോറോ ഫ്ലൂറോ കാർബൺ, ബയോഗ്യാസ്, മീഥൈൽ ഐസോ വായിക്കേ ഐസോസൈനേറ്റ്, സൾഫർ ഡയോക്സൈഡ്. നമ്മുടെ വായിക്കാം. ക്ലോറോ ഫ്ലൂറോ കാർബൺ, ബയോഗ്യാസ്, methane isocyanate, sulfur dioxide. Your questions: the emission of dash and nitrogen oxide causes acid rain. Acid
ആസിഡ് മഴയ്ക്ക് കാരണമാവുന്ന എന്താ? Which are the two factors? Which are the two gases? Which are the two gases causes the acid rain? ആസിഡ് മഴ ഉണ്ടാവാൻ കാരണം സൾഫർ ഡയോക്സൈഡ്. എന്താണ്? സൾഫർ ഡയോക്സൈഡ്. സൾഫർ ഡയോക്സൈഡ് എന്നൂടെ പറയാം. The emission of sulfur dioxide and nitrogen oxide causes acid rain. അതായത് സൾഫർ ഡയോക്സൈഡിന്റെയും നൈട്രജൻ ഓക്സൈഡിന്റെയും എമിഷൻ എന്തിന് കാരണമാവുന്നു? ആസിഡ് മഴ ഉണ്ടാവാൻ കാരണമാവുന്നു. എന്താടാ ഹെവൻ? ആസിഡ് മഴ എവിടെ ഉണ്ടാകുന്ന വെച്ചേ? ആസിഡ് മഴ എന്താ ആസിഡ് മഴ? നമ്മൾ എപ്പോഴായിരുന്നു നമ്മുടെ അന്തരീക്ഷത്തില് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അധികം ആവുമ്പോൾ, അതായത് ഈ സൾഫ്യൂരിക് ആസിഡ്, നൈട്രജൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, നൈട്രജൻ ഓക്സൈഡിലുള്ള സംഭവങ്ങളൊക്കെ കൂടുതലായി അന്തരീക്ഷത്തിലുള്ള ഇത് മുകളിലേക്ക് പോയി അത് അവിടെ ഉണ്ടാകുന്ന മഴയാണ് നമ്മൾ ആസിഡ് മഴ എന്ന് പറയാം. അതായത് എല്ലായിടത്തും ഒന്നും ഉണ്ടാവാറില്ല. ആസിഡ് മഴ പെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ട്. ഇല്ലേ? സാധാരണ മഴ പോലെയാണോ? അല്ലല്ലോ. അപ്പൊ നമ്മുടെ അന്തരീക്ഷത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന അതിൽ അന്തരീക്ഷത്തിനെ മോശമായി ഭവിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്തുണ്ടാവുക? ആസിഡ് മഴ ഉണ്ടാവുക. മനസ്സിലായോ? അപ്പൊ സൾഫർ ഡയോക്സൈഡിന്റെയും നൈട്രജൻ ഓക്സൈഡും എന്തിന് കാരണമാവുന്നു? സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഓക്സൈഡും തമ്മിലുള്ള എമിഷൻ ആണ് എന്തിനാ കാരണമാവുന്നത്? ആസിഡ് മഴ ഉണ്ടാകാൻ കാരണം. ഓക്കെ. Then second one, in 1984, the Bhopal gas tragedy was the result of the leakage of the deadly gas tank. അതായത് 1984 നമ്മൾ പറഞ്ഞു സൾഫർ ഡയോക്സൈഡിന്റെയും നൈട്രജൻ ഓക്സൈഡിന്റെയും എമിഷൻ ആണ് ആസിഡ് മഴയ്ക്ക് കാരണം. അതൊരു ദുരന്തമാണ് അല്ലെ, ആസിഡ് മഴ എന്ന് പറഞ്ഞത്. അതുപോലെ മറ്റൊരു ദുരന്തം സംഭവിച്ചിട്ടുണ്ട്, മറ്റൊരു ട്രാജഡി സംഭവിച്ചിട്ടുണ്ട്. എപ്പോ? ഇൻ 1984, 1984 ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി was the result of leakage of the deadly gas. ഗ്യാസില് ലീക്കേജ് സംഭവിച്ചിട്ട് ഒരു ട്രാജഡി, ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ട് 1984 ഭോപ്പാലില് ഗ്യാസ് ലീക്കേജ് ആയിട്ട്. അത് ഏത് ഗ്യാസാ? ഡെഡ്ലി ഗ്യാസ് ഡാഷ്. ഏതാത്? മീഥൈൽ ഐസോസയനേറ്റ്. മീഥൈൽ ഐസോസയനേറ്റ്. Methyl isocyanate. Then third one, dash is not a fossil fuel. Fossil fuel അല്ലാത്തത് ഏതാണ്? Dash is not a fossil fuel. Biogas. Biogas is not a fossil fuel. നമുക്കറിയാം ബയോഗ്യാസ് ഏതിൽ നിന്ന് ഉണ്ടാക്കുക? കൗഡങ്ങിൽ നിന്നാണ് അല്ലെ? പശുവിന്റെ ചാണകത്തിൽ നിന്നും മൂത്രത്തിൽ നിന്നാണ് എന്തുണ്ടാക്കുക? ബയോഗ്യാസ് ഉണ്ടാക്കുക അല്ലേ? അത് ഫോസിലാണോ? ഫോസിൽ ഫ്യൂൽ ആണോ? അല്ല. Then fourth one, acronym CFC stands for dash. Acronym CFC stands for dash. എന്താ CFC യുടെ? CFC എന്ന് പറഞ്ഞാൽ എന്താ? ക്ലോറോ ഫ്ലൂറോ കാർബൺ. ക്ലോറോ C, ഫ്ലൂറോ F, കാർബൺ S. കാർബൺ C. CFC. ക്ലോറോ ഫ്ലൂറോ കാർബൺ. കിട്ടിയില്ലേ? ഓക്കെ. അടുത്തത് സി. നിങ്ങളുടെ ഹോംവർക്ക് ആണ് കേട്ടോ. സിയും പിന്നെ ഏതാ ഹോംവർക്ക് തരാൻ പറ്റുന്നത്? സി. അതുപോലെ അതിൽ പേജ് നമ്പർ 38. 38 ഈസ് യുവർ ഹോംവർക്ക്. 38 അത് നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ പറ്റുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പൊ എമിഷൻ ഓഫ് സൾഫർ ഡയോക്സൈഡ് ആൻഡ് നൈട്രജൻ ഡയോക്സൈഡ് കോസസ് ആസിഡ് റെയിൻ. In 1984, Bhopal tragedy was result of the leakage of the deadly gas methyl isocyanate. Then biogas is not a fossil fuel. Then CFC means chloro
100 കാർബൺ. കിട്ടിയില്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ ടൈം ഇപ്പൊ കഴിയാനായി, ക്ലാസ് കട്ടാകാനായി. ഓക്കെ, ബൈ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.